ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. നമ്മളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് അതുവരെ വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, പിന്നെ പെട്ടെന്ന് നമ്മളുടെ ജീവിതത്തിൽ യൂട്യൂബിലൂടെ ഒരുപാട് പൈസ വരുന്നു. ആ പൈസ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ പരാജയപ്പെടുന്നതാണ്. അപ്പോൾ മലപ്പുറം താത്ത പറഞ്ഞു വന്നിട്ടുണ്ട്, അവരുടെ ജീവിതം പരാജയപ്പെടാൻ ഏറ്റവും പ്രധാന കാരണം അവരുടെ കയ്യിലുള്ള കുറച്ച് പൈസ അവർ വേറൊരാൾക്ക് സഹായിച്ചു. അത് നാട്ടിലുള്ള ആളുകൾക്കൊന്നും അല്ല കേട്ടോ. അവരതിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സുകാരിയാണ്, മറ്റുള്ളവരുടെ സങ്കടം കണ്ടാൽ എൻ്റെ മനസ്സലിയും. മറ്റുള്ളവരുടെ സങ്കടം എന്ന് ഉദ്ദേശിച്ചത് അവരവരുടെ സ്വന്തം കൂടപ്പറപ്പുകളിൽ ആരെങ്കിലും അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ സങ്കടം തന്നെയാണ്. അവർ മനസ്സലിഞ്ഞത് നാട്ടിലുള്ള ആളുകൾക്കൊന്നും അല്ല കേട്ടോ പൈസ എടുത്തു കൊടുത്തത്. തൻ്റെ ഭർത്താവിൻ്റെ സമ്പാദ്യം ഉൾപ്പെടുന്ന ലക്ഷങ്ങൾ സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരംഗത്തിന് അയാളുടെ അത്യാവശ്യത്തിന് കൊടുക്കുകയും അപ്പം അത് തിരിച്ചു തരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇവരുടെ ജീവിതം കഷ്ടത്തിലാവാണ് ഉണ്ടായത് അല്ലേ. അവരുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, അയാൾ വളരെ കഠിന അധ്വാനിയാണ്, ജെനുവിൻ ഹസ്ബൻഡാണ്. ഈ ഭാര്യയുടെ യൂട്യൂബ് സെലിബ്രിറ്റി മോഡൊന്നും അയാളെ ബാധിക്കുന്നില്ല. പക്ഷേ അയാൾ ഉൾപ്പെടുന്ന അയാളും കൂടി കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആ സമ്പാദ്യങ്ങൾ അതും ആ ലക്ഷങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇവർ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ വരുമാനം ഇവരുടെ ആൾക്കാർക്ക് എടുത്തു കൊടുത്തു എന്നുള്ളതിനോണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനിടയില്ല. പക്ഷേ അതിൽ അയാളുടെ സമ്പാദ്യം കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാവണം. സ്വന്തം പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വീടിന് ഉപകരിക്കത്തക്ക വേണ്ട ഒരു 5-6 ലക്ഷം അല്ലെങ്കിൽ 4-5 ലക്ഷം തൻ്റെ പിടിപ്പുകേട് കൊണ്ട് സ്വന്തം ആൾക്കാർക്ക് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതമില്ലാണ്ട് എടുത്തു കൊടുക്കുക, അത് സമയത്തിന് തിരിച്ചു കിട്ടാതിരിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇനി ഇവർ ഈ ലക്ഷ്യങ്ങൾ തിരിച്ചെടുക്കാനായിട്ട് ഇവർ ചെയ്യുന്ന ബുദ്ധി, ഇവരുടെ ഈ പേഴ്സണൽ ലൈഫിലെ ഈ താൽക്കാലികമായുണ്ടായ തകർച്ച, ഭർത്താവിൻ്റെയും പ്രായപൂർത്തിയായതും അല്ലാത്തതുമായുള്ള മക്കളുടെ ഇവരുടെ നേരെയുള്ള നിഷേധ സമീപനം, നിങ്ങൾ ഈ വീട്ടിലില്ലെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിനെ അത് ബാധിക്കില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അവർ ജീവിച്ചു പോകുന്നുണ്ട്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് കൂടി അവരുടെ ഹസ്ബൻഡ് ആ കുട്ടികളെ നോക്കുന്നതുകൊണ്ടാണല്ലോ അവർ അതിൽ സംതൃപ്തരായിട്ട് ജീവിച്ചു പോണത്. ഒറ്റ കുട്ടി പോലും ഇവരുടെ കൂടെ ഇറങ്ങി വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതത്തിനെ ഒക്കെ മോശമാവുന്ന രീതിയിൽ ഇവരുടെ ഈ കടം കൊടുക്കൽ ബാധിച്ചു എന്നുള്ളതാണ്. അതിൽ ഒരമ്മ ഒരു വീട്ടിൽ ഒറ്റപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് തക്കതായിട്ടുള്ളൊരു കാര്യം ഇവർ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ടാവും. അത് മക്കൾക്ക് പോലും ദേഷ്യം ഉണ്ടാക്കുന്ന ആ ഒരു കാര്യം. എന്തായാലും ഇവർ മിടുക്കത്തിയാണ്. ഇവർ ഈ പേഴ്സണൽ ലൈഫിലെ പാളിച്ചകൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോകൾ തുടർന്ന് വിടുകയാണ്. ഓരോ ദിവസവും ഇനി അങ്ങോട്ട് പോക്കില്ലേ, ഇനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വലിയ തമ്പനയിലിട്ട് ഇവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഇനി ഇന്നാൾ ഇവരുടെ കൂട്ടുകാരികൾ കാണാൻ വന്നു. അവർ വലിയൊരു ഫോൺ പൊക്കി പിടിച്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ മുറ്റത്തുനിന്ന് തന്നെ കയറുന്നത്. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റിംഗ് ആണ്. സ്വന്തം കൂട്ടുകാരിയുടെ കുടുംബജീവിതത്തിലെ വന്ന തകർച്ചയ്ക്ക് ദുഃഖം പങ്കിടാൻ വന്ന ആളുകൾ ആദ്യം തന്നെ ഫോണും കൈ പിടിച്ച് ഫോണും ഓൺ ചെയ്ത് വീഡിയോ പിടിച്ചിട്ടാണ് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. 1-2 വീഡിയോ മലപ്പുറം താത്തയ്ക്ക് സംഭവിച്ചത്. അവളുടെ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചില കാര്യങ്ങൾ കൊണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെയും മാർക്കറ്റിങ്, ആ മാർക്കറ്റിങ്ങിന് ഇവർ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. സ്വന്തം ജീവിതത്തിലുണ്ടായ പാളിച്ചകളിലൂടെ നഷ്ടപ്പെട്ട ലക്ഷങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തത് തിരിച്ചു കിട്ടാൻ ബാധ്യത അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയില്ലാതെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഇവരും വിചാരിച്ചു, എന്നാൽ പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് അങ്ങോട്ട് മാർക്കറ്റ് ചെയ്താൽ ലക്ഷങ്ങൾ തിരിച്ചു പിടിച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറാമല്ലോ. ഒരമ്മ എന്നുള്ള നിലയിലുള്ള ആകുലതകളും ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന സങ്കടവും ഒരു വീട് നഷ്ടപ്പെട്ട കുട്ടിയെ പോലെയാണ്. ഒരു കുടുംബിനിയായിട്ട് വർഷങ്ങളോളം കഴിഞ്ഞൊരു സ്ത്രീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവർക്കും മാനസികമായിട്ടുണ്ടാവും, ചുറ്റുമുള്ളവരുടെ ചോദ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്യുന്നത് തീർച്ചയായിട്ടും പൈസ എന്നുള്ള മരുന്ന് കൊണ്ടാണ്. അതിനാണ് അവർ സ്വയം മാർക്കറ്റ് ചെയ്യുന്നതും പൈസ ഉണ്ടാക്കുന്നതും. അപ്പോൾ അവർ തളരാതെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇനിയും ഇത്രയും ലക്ഷങ്ങൾ എനിക്ക് ഉണ്ടാവണം എൻ്റെ അക്കൗണ്ടിൽ, അതുകൊണ്ട് ഹസ്ബൻഡിനെ ബോധിപ്പിച്ച് ഇത്രയും ഇവിടുന്ന് കൊണ്ടുപോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പൈസ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുതന്നെയാണ് അവർ ഈ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള തമ്പനയിൽ വീണ്ടും വീണ്ടും ഇടുന്നത്. എന്തായാലും ഒരു സ്ത്രീയുടെ ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ പാകപ്പഴ സ്വന്തം അറിവോ സമ്മതമോ അല്ലെങ്കിൽ ഭർത്താവ് എല്ലാ മുന്നറിയിപ്പുകളും ത്രിവൽഗണിച്ചുകൊണ്ട് എൻ്റെ സ്വന്തക്കാരല്ലേ, എൻ്റെ പൈസയല്ലേ, ഞാൻ സഹായിക്കും എന്നുള്ള അവരുടെ ഒരു തന്നിഷ്ടത്തിൻ്റെ ഒരു ഫലം തന്നെയാണ് അവരിപ്പോൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ ഈ ഏകാന്തത.
സ്വന്തം മക്കളെ ഓർത്തിട്ടും ഭർത്താവിനെ ഓർത്തിട്ടും ഓരോ നിമിഷവും അവർ വല്ലാതെ മാനസികമായിട്ട് ഉലയുന്നുണ്ടെങ്കിൽ പോലും അതിനെ റിക്കവർ ചെയ്യുന്ന മരുന്ന് ആയിട്ടുള്ള പൈസയായിട്ട് ഇനി അവരുടെ അടുത്തേക്ക് പോവാമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അവർക്കുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.